കലാകാമുകനും മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പാറ്റാക്കുളം വാസു. ഇണയെ നോക്കൂ. അങ്ങനെ അത് തന്നെ ബെസ്റ്റ്. ഇനി രണ്ടുപേരെ പുഴയിലേക്ക് നോക്കിക്കോളൂ. അങ്ങനെ കുറച്ച് പ്രൊഫൈലായിട്ട് അത് തന്നെ. ഓക്കെ, എൻ്റേതല്ലാത്തൊരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. തീർച്ചയായിട്ടും ഒരു ഗിയർ ചേഞ്ച് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു വർക്കിലാണ് അവസരം കിട്ടിയിരിക്കുന്നത്. ഈ വേസ്റ്റ് അതെനിക്ക് ഇഷ്ടമുള്ളത് ഞാനിടും. മലപ്പുറത്തേക്ക് ബസ്സിന് പോകാൻ അങ്കമാലിക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. തീപ്പട്ടിക്കൊള്ളി വരച്ചാൽ മെഴുകുതിരി കത്തിക്കാം. എന്നാൽ മെഴുകുതിരി വരച്ചാൽ തീപ്പട്ടി കത്തില്ല. പഴത്തിൽ തൊലിയുണ്ടെന്ന് കരുതി പഴം പൊരിക്കൽ തൊലിയുണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒറ്റ കോള് കൊണ്ട് തെറിപ്പിക്കാൻ പറ്റിയ തൊപ്പിയല്ലിത്. തൊപ്പിക്ക് പറ്റിയ തല ഞാൻ കൊണ്ടു നടക്കാറില്ല. തലയ്ക്ക് പറ്റിയ തൊപ്പിയെ ഞാൻ കൊണ്ടു നടക്കാറുള്ളൂ. മൈൻഡ് ഇറ്റ്. ഐ ആം ചിരഞ്ജീവി IPS. ഉദയകൃഷ്ണ സാറിന്റെ ഒരു കിടിലൻ സ്ക്രിപ്റ്റിൽ അജയ് വാസുദേവ് സാറിൻ്റെ സംവിധാനത്തിൽ ചെയ്യുന്ന സിനിമയാണ് രാജാതിരാജ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷമാണ് അവരുടെ സെക്കൻഡ് പ്രൊജക്റ്റാണ്. അതിൽ ഭാഗമാവാൻ സാധിച്ച നല്ല റോൾ ചെയ്യാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വളരെ ത്രില്ലിലാണ്. ഞാൻ എൻ്റെ സിനിമയായപ്പോൾ എൻ്റെ 7ാമത്തെയും 8ാമത്തെയും സിനിമ നടക്കുകയായിരുന്നു. 7ാമത്തെ ഇപ്പോൾ ഉരുക്ക് സതീശനാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൽക്കാലം 2 മാസം അതിൻ്റെ ഷൂട്ട് മാറ്റിവെച്ച് 60 ദിവസം ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഓണത്തിന് നല്ലൊരു ആഘോഷ സിനിമയായിരിക്കും എന്നാണ് ഞാൻ എല്ലാവർക്കും ഉറപ്പ് കൊടുക്കുന്നത്. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. എന്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ.